അതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ നോക്കിയിട്ട് വിവിധ കാര്യങ്ങളുണ്ടല്ലോ നിയമപരമായിട്ട്. ഭരണഘടനാപരമായ കാര്യമാണ് പരിശോധിക്കുന്നത്. അത് പരിശോധിച്ച് ആവശ്യമായ നിലയിൽ സംസ്ഥാന ഗവൺമെൻറ് അതിന് ഉചിതമായ മറുപടി നൽകണം എന്നാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത്. ഞങ്ങൾ ഒരു മാറ്റവും ഉദ്ദേശിക്കുന്നില്ല. ഇന്നത്തെ പരിസ്ഥിതിയിൽ നിന്നുകൊണ്ട് നിയമപരമായ കാര്യങ്ങൾ കൂടി പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കണം. ഇന്നത്തെ പരിസ്ഥിതി തന്നെ പിന്നെ പറയുന്നത് വിശദീകരിക്കേണ്ടത്. ഒരു നിലപാട് മാറ്റവും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എഫിഡവിറ്റിൻ്റെ ഭാഗമായിട്ട് കൊടുത്ത കാര്യം അതിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഭാഗങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കൂടി ചർച്ച ചെയ്യുമ്പോൾ പരിഗണിക്കുക. അത്രയേ ഉള്ളൂ. ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം. കേക്ക് പറയുന്നത് യുവതീ പ്രവേശന നടപടി വേണോ വേണ്ടയോ എന്നുള്ളതല്ല സുപ്രീം കോടതിയുടെ ചോദ്യം. 7 ചോദ്യങ്ങൾക്കാണ് മറുപടി നൽകേണ്ടത്. ആ 7 ചോദ്യങ്ങളിൽ ഈ പറയുന്ന രീതിയിൽ സ്ത്രീകളുടെ പ്രവേശനം വേണോ വേണ്ടയോ എന്നുള്ള ചോദ്യമില്ല. അതുകൊണ്ട് അതിൻ്റെ മേലെ വെറുതെ ആവശ്യമില്ലാതെ ചർച്ച നടത്തേണ്ട കാര്യമില്ല. അത് കോടതിയുടെ ഭാഗമായിട്ട് ഭരണഘടനാപരമായിട്ടുള്ള പരിശോധനയാണ്. അതിപ്പോൾ എല്ലാ മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഈ പ്രശ്നം. ഏതെങ്കിലും ഒരു പ്രശ്നം മാത്രമല്ല, ശബരിമല പ്രശ്നം മാത്രമല്ല, ഭരണഘടനാപരമായ പ്രശ്നമാണ്. അതിൽ ഈ യുവതീ പ്രവേശനമോ അതുപോലുള്ള കാര്യങ്ങളോ അല്ല അതിൻ്റെ അകത്ത് ചർച്ച ചെയ്യുന്നത്. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വ്യക്തമായ കാഴ്ചപ്പാട് മുമ്പ് തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്. ആചാരം സംബന്ധിച്ച് നിയമപരമായ അല്ലെങ്കിൽ ഭരണഘടനാപരമായ പ്രശ്നം മാത്രമല്ല, ആചാരം അതുപോലെ തന്നെ സാമൂഹ്യ പരിസ്ഥിതികൾക്ക് അല്ല, ലിംഗസമത്വം മാത്രമല്ല, നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള പരിശോധിക്കാനാവുക ഗവൺമെൻറ്റിനോ ഹൈക്കോടതിക്കോ കോടതിക്കോ അല്ല, മറിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള വളരെ ഫലപ്രദമായിട്ട് അറിവുള്ള ആളുകൾ, അത് ആചാരത്തിൻ്റെയോ ആവാം പരിഷ്കാരത്തിൻ്റെയോ ആവാം, അവരുമായി ചർച്ച നടത്തി ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് പൊതുവെ ഞങ്ങൾ അന്നേ പറഞ്ഞത്. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ പറയുന്നത്. അല്ലല്ല, അങ്ങനെയല്ല, വെറുതെ വേണ്ടാതെ വിശദീകരണം നടത്തണ്ട. അന്നത്തെ കാര്യത്തിൽ കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തതിന് തന്നെയാണ് വീണ്ടും ആവർത്തിച്ച് ഞങ്ങൾ പറയുന്നത് ഈ രീതിയിൽ പരിശോധിക്കണം. യെസ്, പണ്ഡിതരൊക്കെ ആയിട്ട് ചർച്ച ചെയ്യണം, പണ്ഡിതരുമായി. അല്ലെങ്കിൽ ഞങ്ങൾ ഏതെങ്കിലും കാലത്ത് വിശ്വാസികളെ വികാരം മാനിക്കാതിരുന്നിട്ടുണ്ടോ? എല്ലാ കാലത്തും വിശ്വാസികളുടെ വികാരം മാനിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് CPIM. നിങ്ങൾക്ക് എന്തിനാ തർക്കം? ശരി.